CPM-ന്റെ ഏകപക്ഷീയമായ നിലപാടുകളിൽ പ്രതിഷേധിച്ച് RJD ഇടതുമുന്നണി വിടാനൊരുങ്ങുന്നു. കൊച്ചിയിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ CPM-നെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. ശബരിമല വിഷയം കൈകാര്യം ചെയ്ത രീതിയും ഇന്ത്യ സഖ്യത്തോടുള്ള കേരളത്തിലെ LDF നിലപാടും പാർട്ടിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. UDF-മായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള പ്രാഥമിക ആലോചനകൾ പാർട്ടി ആരംഭിച്ചതായാണ് സൂചന. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഇടതുമുന്നണിയിൽ വലിയ പൊട്ടിത്തെറി. RJD ഇടതുമുന്നണി വിടാനൊരുങ്ങുന്നു എന്ന സൂചനകളാണ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുള്ളത്. കൊച്ചിയിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPM-നും LDF-നുമെതിരെ ഉയർന്ന കടുത്ത വിമർശനങ്ങൾ ഈ രാഷ്ട്രീയ മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് പ്രധാന കാരണം CPM-ന്റെ ജനവിരുദ്ധ നയങ്ങളാണെന്ന് RJD യോഗത്തിൽ വിലയിരുത്തി. ഭരണവിരുദ്ധ വികാരം മുന്നണിയെ മൊത്തത്തിൽ ബാധിച്ചുവെന്നാണ് പാർട്ടിയുടെ പക്ഷം. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതിൽ CPM സ്വീകരിച്ച നിലപാടുകളും വീണ്ടും തിരിച്ചടിയായെന്ന് പാർട്ടി ആരോപിക്കുന്നു. ഈ വിഷയം ഇടതുമുന്നണിയിൽ വേണ്ടവിധം ചർച്ച ചെയ്തില്ലെന്നും ആരോപണമുണ്ട്. ദേശീയതലത്തിൽ രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തോട് കേരളത്തിലെ CPM കാണിക്കുന്ന നിഷേധാത്മക നിലപാട് ദേശീയ പാർട്ടിയായ RJDക്ക് അംഗീകരിക്കാനാവില്ലെന്ന് ശ്രേയാംസ് കുമാർ വ്യക്തമാക്കി. വലിയേട്ടൻ മനോഭാവം കാട്ടി മുന്നണിയിലെ ചെറിയ കക്ഷികളെ CPM അവഗണിക്കുന്നുവെന്നും അർഹമായ പരിഗണനയോ സീറ്റുകളോ നൽകുന്നില്ലെന്നുമുള്ള പരാതി RJD നേരത്തെയും ഉന്നയിച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ RJD UDF-ലേക്ക് ചേക്കേറാനുള്ള സാധ്യതകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ തള്ളിക്കളയുന്നില്ല. എന്തും സഹിച്ച് ഇടതുമുന്നണിയിൽ തുടരാനാവില്ല എന്ന ശ്രേയാംസ് കുമാറിന്റെ വാക്കുകൾ മുന്നണി മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി RJD-യുമായി ഔദ്യോഗിക ചർച്ചകൾ നടത്താൻ UDF തീരുമാനിച്ചതും RJD-യുടെ മുന്നണി മാറ്റത്തിന് വഴിവെച്ചേക്കും. ജനം, കൊച്ചി. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ബീന റാണി ചേരുകയാണ്. ബീന, സൂചിപ്പിച്ചതുപോലെ തന്നെ MV ശ്രേയാംസ് കുമാർ ഇത്തരത്തിൽ അവഗണന സഹിച്ചുകൊണ്ട് എന്തിന് മുന്നണിയിൽ തുടരണം എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ ആഘാതമാണ് LDF-ന് ഒന്നാകെ നേരിട്ടത്. ഇതിന് പിന്നാലെ UDF പാളയത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് RJD നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും വിലയിരുത്തലുമാണ് കൊച്ചിയിൽ നടന്നത്, അല്ലേ? തീർച്ചയായും ഇന്നലെ കൊച്ചിയിൽ RJD-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടന്നിരുന്നു. ഇത്തവണത്തെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ വലിയ വിജയമാണ് ഇത്തരത്തിൽ വീണ്ടും നേരത്തെയും ഇത്തരത്തിൽ RJD ഇടതുമുന്നണിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായ തെരഞ്ഞെടുപ്പിലെ വിജയമാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇടതുമുന്നണിക്കെതിരെ തിരിയാൻ കാരണമെന്ന് കണക്കാക്കപ്പെടുന്നു. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ഏറ്റവും കൂടുതൽ LDF-നെ ബാധിച്ചത് അല്ലെങ്കിൽ LDF-ന്റെ പരാജയത്തിന് കാരണമായത് ആ ജനവിരുദ്ധ വികാരം തന്നെയാണ് എന്നാണ് ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ RJD വിലയിരുത്തിയിട്ടുള്ളത്. ശബരിമല വിഷയം വീണ്ടും CPM-ന് തിരിച്ചടിയായി. അത് വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജനങ്ങളുമായി അകന്നു നിൽക്കുന്ന നിലപാടായിരുന്നു CPM. ഇത് വേണ്ട വിധത്തിൽ ജനങ്ങളെ വിഷയങ്ങൾ ബോധിപ്പിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രധാനമായും RJD മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തോട് CPM കാണിക്കുന്ന നിഷേധാത്മക നിലപാട് ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ RJDക്ക് വലിയ തോതിൽ ക്ഷീണമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LDF-മായി അകന്ന് നിൽക്കണമെന്നൊരു ധാരണ RJD അംഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നും യോഗം വിലയിരുത്തി. ഇതോടൊപ്പം തന്നെ UDF ഇത്തരത്തിൽ മുന്നണി വിപുലീകരണത്തിൻ്റെ ഭാഗമായി RJD-യെ നേരത്തെ സമീപിച്ചിരുന്നു. RJD-യുമായി ഔദ്യോഗിക ചർച്ചകൾ വീണ്ടും നടത്താനാണ് തീരുമാനം. എന്തായാലും ഈ സാഹചര്യം നിലനിൽക്കെയാണ് ഇപ്പോൾ RJD വലിയ തോതിൽ ഇടതുമുന്നണിയെ അല്ലെങ്കിൽ CPM-നെ സർക്കാരിനെ ഒക്കെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ജനവിരുദ്ധ വികാരം കൂടുതലായി CPM-ന് നേരെ ഇപ്പോൾ ഉണ്ട് എന്നാണ് RJD നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയേട്ടൻ മനോഭാവം കാണിച്ച കൂടെയുള്ള ഘടകകക്ഷികളെയൊക്കെ തന്നെ അവഗണിക്കുന്ന ഒരു രീതി തുടരുന്നതായും RJD ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ചെറിയ പാർട്ടികളെ കൂടിയാലോചിക്കാതെയാണ് ഓരോ കാര്യങ്ങളും ഇടതുമുന്നണിയിൽ തീരുമാനിക്കുന്നത്. ഇത്തരത്തിൽ എന്തു സഹിച്ചും ഇത് നിലനിൽക്കാനാവില്ല എന്നൊരു നിലപാട് ശ്രേയാംസ് കുമാർ എടുത്തു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് UDF
ഇത്തരത്തിൽ ചർച്ചകൾ നടത്തുന്നു, RJD കൂടെ ചേർക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു എന്നത് ഒരു വാസ്തവമായ കാര്യമാണ്. ഇതുകൊണ്ട് UDF-ന് കൂടുതൽ പ്രയോജനമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് നീങ്ങുമെന്ന കാര്യത്തിലും സംശയമില്ല. അതായത് മലബാറിൽ പ്രത്യേകിച്ച് കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ RJD-ക്ക് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രയോജനമെടുക്കാൻ അവർ ശ്രമിച്ചേക്കും. ഇടതുമുന്നണിയും അല്ലെങ്കിൽ CPM-ഉമായി RJD-ക്കുള്ള തർക്കം അത്തരത്തിൽ ചില സാഹചര്യങ്ങളിലേക്ക് നീങ്ങുമെന്നും കരുതുന്നുണ്ട്. സരദിനെയാണ് RJD ഇടതുമുന്നണി വിടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കൊച്ചിയിൽ നിന്നും ബീന റാണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.